പരിശുദ്ധനും നിത്യനുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായിട്ടുള്ള ഈ നല്ല സന്ധ്യാസമയത്തിന് കർത്താവിനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ളവനായി, ഞങ്ങളുടെ രക്ഷയായി, ഞങ്ങളുടെ നീതീകരണമായി, ഞങ്ങളുടെ വീണ്ടെടുപ്പായി, ഞങ്ങളുടെ ജ്ഞാനമായി ഈ ഞങ്ങൾ വസിക്കാൻ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, കൂട്ടിവരുത്തിയ ഓരോ ജനത്തിനുമായി സ്തോത്രം. തിരുനാമത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം കർത്താവിൻ്റെ കരം കൂടിയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ സ്തോത്രം. പെർമിഷൻ കൊടുത്തോളാം. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ വീണ്ടും ഒരു ക്ലാസ്സിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കൊളോസ്യ ലേഖനം എഫേസ്യ ലേഖനത്തെയും ആസ്പദമാക്കിക്കൊണ്ട് ക്രിസ്തുവും സഭയുമായിട്ടുള്ള ബന്ധം എന്നൊരു വിഷയത്തിലേക്കാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നതും മുന്നേറിക്കൊണ്ടിരിക്കുന്നതും കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിക്കുന്നു. വളരെയധികം നമ്മൾ ശ്രദ്ധാലുവായിരുന്നാൽ മാത്രമേ ഈ കാര്യം നമുക്ക് ഗ്രഹിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഗ്രഹിച്ചാൽ മാത്രം പോരാ, നമ്മുടെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിലേക്ക് വരേണ്ട ആവശ്യകതയുണ്ട്. എഫേസ്യ ലേഖനം ചാപ്റ്റർ 1 വേഴ്സ് 23 കൺക്ലൂഡ് ചെയ്യുന്നത് സഭ എന്താണെന്നുള്ളതാണ്. ക്രിസ്തു തലയായിരിക്കുന്ന സഭയുടെ അധികാരം എന്താണെന്നുള്ളതാണ്. ഇവിടേക്കാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ വളരെ സ്ലോവിൽ ഗ്രഹിച്ചാൽ മാത്രമേ അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങളുടെ പ്രാക്ടിക്കൽ ലൈഫിൽ നിങ്ങൾ മനസ്സിലാക്കുകയും അത് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ ആ വേഴ്സ് 23 പറഞ്ഞിരിക്കുന്ന കാര്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. ഹല്ലേലൂയ. സകലത്തിൽ നിറയ്ക്കുന്നവൻ്റെ നിറവായിരിക്കുന്ന അവൻ്റെ ശരീരമാണ് സഭയ്ക്ക് ക്രിസ്തുവിന് ഇപ്പോഴല്ല ഉള്ള എല്ലാ അധികാരങ്ങളും നൽകിയിരിക്കുന്നെന്നാണ് വേഴ്സ് 23 പറയുന്നത്. പക്ഷേ അത്തരത്തിലൊരു ചർച്ച നാം ആയിത്തീരണമെങ്കിൽ, ഓരോ വ്യക്തികളുമായി തീരണമെങ്കിൽ വേഴ്സ് 1 തുടങ്ങിയുള്ള കാര്യങ്ങൾ വളരെ ഡീറ്റെയിലായിട്ട് മനസ്സിലാക്കുകയും ഞാൻ ആരാണ്, ക്രിസ്തുവിൽ ഞാൻ ആരാണ്, ക്രിസ്തു എനിക്ക് ആരാണ്, ഈ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അല്ലെങ്കിൽ ഫെയിലാവും. പെന്തിക്കോസ്തൽ ചർച്ചുകളിൽ ഒരു 99% ഇക്കാര്യത്തിൽ ഫെയിൽഡാണ്. വളരെ ദുഃഖപൂർവ്വം പറയേണ്ട കാര്യമാണ്. അവിടെ എവിടേക്കായിട്ട് അല്പമായിട്ട് ദീപം കർത്താവ് ഇന്ന് നിലനിർത്തിയിരിക്കുന്നു. എ സ്മോൾ റെമനൻറ്റ്, ഒരു ചെറിയൊരു ശേഷിപ്പ്. അത്തൊരു കൂട്ടത്തിലേക്കാണ് കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നിങ്ങൾ ക്ഷണിക്കുന്നത്. അതുകൊണ്ട് അതിനൊരു ഇൻട്രൊഡക്ടറി ആയിട്ടാണ് നാം റോമാലേഖനത്തിന് ബേസ് ചെയ്തുകൊണ്ട് ക്രിസ്ത്യൻ ഫെയ്ത്തിൻ്റെ ഫൗണ്ടേഷൻ എന്താണെന്ന് പഠിച്ചത്. ക്രിസ്ത്യൻ മതത്തിൻ്റെ അല്ല, ചർച്ചിൻ്റെ അല്ല, ക്രിസ്ത്യൻ ഫെയ്ത്തിൻ്റെ. ഇവിടെ നാം പഠിച്ചു വരുന്നത് ക്രിസ്തു സഭയുമായിട്ടുള്ള ആ റിലേഷൻ എന്താണ്. ഇത് മനസ്സിലാക്കിയാൽ നിങ്ങൾ ആരാണെന്നും നിങ്ങളുടെ ഉത്തരവാദിത്തം എന്താണെന്നും നിങ്ങളുടെ ഡ്യൂട്ടി എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. എങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ സാൽവേഷൻ അക്കംപ്ലിഷ് ആകുന്നത്? അതിനൊരു 7 കണ്ടീഷൻസ് ഞാൻ നേരത്തെ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇന്ന് രക്ഷ നഷ്ടപ്പെടുകയില്ല. രക്ഷയെക്കുറിച്ച് കൊണ്ട് പല വിധത്തിലുള്ള ഡോക്ട്രിൻ ഓരോ ഡിനോമിനേഷനും ഐദർ ഫോർ ദെയർ പേഴ്സണൽ ബെനിഫിറ്റ് അല്ലെങ്കിൽ ഡിനോമിനേഷൻ ബെനിഫിറ്റ്, ഇങ്ങനെ പല ബെനിഫിറ്റുകളെയും മുൻകണ്ടുകൊണ്ട് അവരുടെ വിശ്വാസികളെ വഞ്ചിച്ചും തങ്ങളുടെ തന്നെ പ്രാണനെ നഷ്ടപ്പെടുത്തിയും കൊണ്ട് ഈ ലോകത്തിൽ ക്ഷണികമായിട്ട് കിട്ടുന്ന ചില ഫെയിമോ അല്ലെങ്കിൽ ചില സാമ്പത്തിക മേന്മകളോ അല്ലെങ്കിൽ ചില ലീഡർഷിപ്പുകളോ കരസ്ഥമാക്കാൻ വേണ്ടി മാത്രമായിട്ട് തങ്ങളുടെ രക്ഷയെ നഷ്ടപ്പെടുത്തുന്നു. അതേ സമയത്ത് അവിടെ വാക്ക് കേട്ട് മുന്നോട്ട് പോകുന്നവരുടെ രക്ഷയെ നഷ്ടപ്പെടുത്തുകയാണ്. ഇത് നമ്മൾ വളരെ ഡീപ്പായിട്ട് മനസ്സിലാക്കിയാൽ ഈ രക്ഷയുടെ മാർഗത്തിൽ എത്ര ശ്രദ്ധയോടുകൂടെ മുന്നേറണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. രക്ഷ എന്ന് പറയുന്നത് പാപിയായി ദൈവത്തോട് ശത്രുത്വമുണ്ടായിരുന്ന ഒരു മനുഷ്യനെ ഹോളിയായിരിക്കുന്ന, വിശുദ്ധനായിരിക്കുന്ന, അതിപരിശുദ്ധനായിരിക്കുന്ന ദൈവത്തോട് ഒന്നാക്കി ചേർത്ത് നിരപ്പിക്കുന്ന ഒരു വഴിയാണ്. അതിനകത്ത് അനേക ഘട്ടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ആദ്യമായിട്ട് പാപപരിഹാരം അല്ലെങ്കിൽ അറ്റോൺമെന്റ് നടക്കണം. ഈ അറ്റോൺമെന്റ് ദൈവവും പിതാവായ ദൈവം പുത്രനായ ദൈവം തമ്മിലുള്ള ഒരു എഗ്രിമെന്റ് ആണ്, ഒരു കവനന്റ് ആണ്. അതായത് പിതാവായ ദൈവം ആഗ്രഹിക്കുന്നത് വീണുപോയ ആദാമിന്റെ സന്തതികളിൽ നിന്നും ഒരു കൂട്ടം ജനത്തെ തിരഞ്ഞെടുത്ത് വീണ്ടെടുത്ത് അതിനാവശ്യമായിട്ടുള്ള അറ്റോൺമെന്റ് നടത്തി
അവരെ താൻ വിശുദ്ധനായിരിക്കുന്ന പോലെ വിശുദ്ധരാക്കി ഒരുക്കി പ്രസന്റ് ചെയ്യുക. ഇതാണ് ക്രിസ്തുവിന്റെ മേലുള്ള അനോയിറ്റിംഗ്, ഓതറൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ലൈവായിട്ട് കേൾക്കുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എങ്കിലും റെക്കോർഡിങ്ങിൽ യൂട്യൂബിൽ കൂടെ ആരെങ്കിലും കേൾക്കുകയും അഥവാ ഈ രക്ഷയെക്കുറിച്ചുള്ള അനേക ഉപദേശങ്ങൾ, രക്ഷ നഷ്ടപ്പെടുകയില്ല, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവ് പ്രാപിച്ച് സ്വർഗത്തിലേക്ക് പോകാം, തന്നെ ഇഷ്ടം പോലെ ജീവിക്കാം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിച്ച് നടക്കുന്നവരെ ഒന്ന് ഉണർത്താൻ വേണ്ടിയാണ് ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറയുന്നത്. അടുത്തൊരു കാര്യമാണ് ഈ അറ്റോൺമെന്റ് നടന്നു കഴിഞ്ഞു. പുത്രനെ അല്ലെങ്കിൽ ക്രിസ്തുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് ദൈവം അത് ഫുള്ളായിട്ട് ഡിവൈൻ ജസ്റ്റിസിന് സാറ്റിസ്ഫൈഡ് ആയി എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തു. എന്നിട്ടൊരു ഓഫർ തരികയാണ്, അതിൽ വിശ്വസിക്കുന്നവനെ സൗജന്യമായിട്ട് നീതീകരിക്കാം. നമ്മൾ റോമലേഖനത്തിൽ കൂടെ പഠിച്ചു. ഇത് മനസ്സിലാക്കിയിട്ട് ഞാനൊരു പാപി, ആദാം തുടങ്ങി തന്നെ പാപമാണ് എൻ്റെ മേൽ കർത്തൃത്വം നടത്തുന്നത്, ഞാനൊരു അടിമയാണ്, പാപത്തിന് അടിമയാണ്, ഇതിൽ നിന്ന് എനിക്കൊരു സാൽവേഷനും ആവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഫ്രീ വില്ലിൻ്റെ അൾട്ടിമേറ്റ് ഇൻറ്റൻഷൻ ഇപ്പോൾ ആയിരിക്കുന്നത്, വിശ്വസ്തയിൽ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള കാര്യം ഞാൻ പറയുന്നത്, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഒരു വ്യക്തിയുടെ അൾട്ടിമേറ്റ് ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് സെൽഫിൻ്റെ ഗ്രാറ്റിഫിക്കേഷൻ ആണ്. നമ്മളെ പേഴ്സണലായിട്ട് നമുക്ക് ചെക്ക് നോക്കി അറിയാൻ സാധിക്കും. ഇവന് വിശ്വാസത്തിൽ വന്നതിന് ശേഷവും വളരെ താഴ്മയോടെ ക്രിസ്തുവിനോട് ചേർന്ന് നിന്നില്ലെങ്കിൽ നാം സ്ലിപ്പായി വീണ്ടും സെൽഫിന്റെ ഗ്രാറ്റിഫിക്കേഷനിലേക്ക് പോകും. ഈ നമുക്ക് തന്നിരിക്കുന്ന ഫ്രീ വില്ലിന്റെ അൾട്ടിമേറ്റ് ഇന്റൻഷൻ സെൽഫിന്റെ ഗ്രാറ്റിഫിക്കേഷൻ എന്ന അവസ്ഥയിൽ നിന്നും അതിനെ മാറ്റി ഡിവൈൻ ഗവൺമെന്റ് അല്ലെങ്കിൽ ദൈവത്തിന്റെ ഹിതം മാത്രം അനുസരിക്കുക എന്ന അവസ്ഥയിലേക്ക് മാറുന്നത് തന്നെയാണ് ഈ റിപ്പന്റൻസ് എന്ന് പറയുന്നത്. ചേഞ്ച് ഓഫ് അൾട്ടിമേറ്റ് ഇന്റൻഷൻ ഓഫ് ദ ഫ്രീ വിൽ. ഇത് നടക്കാത്തോടത്തോളം അടുത്തൊരു കാര്യങ്ങൾ നടക്കുന്നില്ല. പ്രായശ്ചിത്തം നടന്നു, ദൈവം അത് ഓപ്പൺ ആയിട്ട് വെച്ചിരിക്കുകയാണ്. പക്ഷേ ഈ അൾട്ടിമേറ്റ് ഇന്റൻഷൻ ഓഫ് ദ ഫ്രീ വിൽ ചേഞ്ച് ആകാത്തോടത്തോളം, ഫ്രം ദ സെൽഫ് ഗ്രാറ്റിഫിക്കേഷൻ ടു ദ വിൽ ഓഫ് ഗോഡ്, ഇത് മാറാത്തോടത്തോളം നമ്മുടെ രക്ഷയുടെ പ്രവൃത്തി ആരംഭിക്കുന്നില്ല. ഇത് മാറുന്ന മൂവ്മെന്റ് നടക്കുന്ന ഒരു കാര്യമാണ് റീജനറേഷൻ എന്ന് പറയുന്നത്. ഇന്ന് വിശ്വാസ ഗോളത്തിൽ പോലും നല്ലൊരു ശതമാനം 99% സംഭവിച്ചിട്ടില്ല. കുറെ കഥകൾ പഠിച്ച് സ്വർഗത്തിലേക്ക് പോകുമെന്നുള്ള ചെറിയ വ്യാജമായിട്ടുള്ള ബോധം കൊടുത്ത് വെറുതെ കാളമേയ്ക്കുന്ന പരിപാടിയാണ്. ഡിവൈൻ അവരുടെ ഡിനോമിനേഷൻ ബെനിഫിറ്റുകളോ പേഴ്സണൽ ബെനിഫിറ്റുകളോ ലീഡർഷിപ്പുകളോ ഇവ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വേണ്ടത്ര കേൾക്കാം. ഇതിനൊക്കെയും ഒന്ന് ജനത്തെ ഒന്ന് ഉണർത്താൻ, നമ്മുടെ സോളിൻ്റെ അന്ത്യം എവിടെയായിരിക്കും എന്നൊന്ന് ജസ്റ്റ് ഒന്ന് ഉണർത്താൻ വേണ്ടിയാണ് ഇപ്പോൾ ഇൻട്രൊഡക്ഷൻ പറയുന്നത്. ഇത് സ്റ്റെപ്പുകൾ കഴിഞ്ഞിട്ട് ഈ റിപ്പൻറ്റൻസ് കഴിഞ്ഞതിന് ശേഷമാണ് ഫെയ്ത്ത് ഇൻ ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. മാനസാന്തരപ്പെടാത്തൊരു വ്യക്തി യേശുവിൽ വിശ്വസിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിൽ ഒരു ശിമയോനെ കാണുന്നുണ്ട്. ഫിലിപ്പോസ് അവിടെ പ്രസംഗിക്കുന്ന അടയാളങ്ങളൊക്കെ കേട്ട് അവന് വിശ്വസിച്ചു, സ്നാനപ്പെട്ട് ഫിലിപ്പോസിനോട് ചേർന്ന് നിന്നു. എന്നാൽ യെരൂശലേമിൽ നിന്ന് അപ്പസ്തോലന്മാർ വന്ന് അവർ കൈവച്ച പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ അവൻ ധനം കൊണ്ട് എന്നിട്ട് അപ്പസ്തോലന്മാരോട് പറഞ്ഞു, ഈ ഒരു അനുഗ്രഹം അത് ഞാൻ കൈവച്ചാൽ മറ്റുള്ളവർക്കും പരിശുദ്ധാത്മാവ് പ്രാപിക്കത്തക്കവണ്ണം ഈ ഒരു അനുഗ്രഹം എനിക്ക് തരണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ പത്രോസ് പറയുന്നത്, നീ ആദ്യം മാനസാന്തരപ്പെടാനാ. അപ്പൊ അവൻ സ്നാനപ്പെട്ടു, പക്ഷെ മാനസാന്തരപ്പെട്ടിട്ടുണ്ടല്ലായിരുന്നു. അവർ അതിക്ക് മുമ്പ് എന്തായിരുന്നു, ചില ചെപ്പടി വിദ്യകൾ കാണിച്ചിട്ട്, ജാലവിദ്യകൾ കാണിച്ചിട്ട് അവിടുത്തെ ആ ലൊക്കാലിറ്റിയുള്ള ആൾക്കാരൊക്കെ ഭ്രമിപ്പിച്ച് നിർത്തിയിരിക്കുന്ന ഒരു മന്ത്രവാദിയായിരുന്നു. അതേ ട്രിക്ക്, അത് മുൻപിലുള്ള അതേ ട്രിക്ക് യേശുവിന്റെ നാമത്തിൽ ഇവിടെ ഉപയോഗിക്കാമെന്ന് കരുതിക്കൊണ്ടാണ് അവൻ പ്ലാൻ ഇട്ടത്. ഇതേപോലെ വീണ്ടും ജനം പ്രാപിക്കാതെ, റിയൽ ഫ്രീ വില്ലിന്റെ അൾട്ടിമേറ്റ് ഇന്റൻഷൻ ചേഞ്ച് ആകാതെ, വിശ്വാസ ഗോളത്തിൽ എത്ര വലിയ ശുശ്രൂഷകന്മാർ എത്ര വലിയ ഡിഗ്രി എടുത്തു വന്നാലും ഇവന്റെ പുറകിലുള്ള ഇന്റൻഷൻ സെൽഫിന്റെ ഗ്രാറ്റിഫിക്കേഷൻ ആയിരിക്കും. അതിന്റെ മാനിഫെസ്റ്റേഷൻ പല രീതിയിലായിരിക്കാം. അതുകൊണ്ട് പല പല ശുശ്രൂഷകൾ കേൾക്കുന്നതിനെ കുറിച്ച് ജസ്റ്റ് ഞാൻ ഒരു വാർണിങ്ങിന് വേണ്ടി പറയുകയാണ്. ഫെയ്ത്ത് ഇൻ ജീസസ് എന്ന് പറയുന്ന കാര്യത്തിൽ വളരെ കാര്യമുണ്ട്. യേശുവിനെ കുറിച്ചുള്ള ഒരു ഹിസ്റ്റോറിക്കൽ നോളജുള്ള വിശ്വാസം കൊണ്ട് രക്ഷിക്കപ്പെടുകയില്ല. ദാറ്റ് ഈസ് കോൾഡ് ദ ഇന്റലക്ച്വൽ ഫെയ്ത്ത്. അതുകൊണ്ട് നമുക്ക് രക്ഷ പ്രാപിപ്പാൻ സാധ്യമല്ല. എന്നാൽ ക്രിസ്തുവിനുള്ള സേവിങ് ഫെയ്ത്ത് എന്ന് പറയുന്നത് ഈസ് എ പേഴ്സൺ.
അവനെ നമ്മുടെ ഹൃദയത്തിൽ കൈക്കൊണ്ട് അവനുമായിട്ട് അനുസരണത്തിൽ ഒന്നായി തീർന്ന് തികഞ്ഞവനായി തീർന്ന് അവന് ദൈവത്തിന്റെ മുമ്പിൽ നമ്മെ പ്രസന്റ് ചെയ്തക്കവണ്ണം തികഞ്ഞവരായി തീരുക. ഇതിനൊക്കെയാണ് പറയുന്നത് ക്രിസ്തു എന്ന തലയോളം വളരുക, ദൈവത്തിന്റെ സകല നിറവോളം നിറഞ്ഞു വരിക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും. അവിടെ നമുക്ക് നമ്മൾ സബ്ജക്റ്റ് അതല്ലാത്തതുകൊണ്ട് അടുത്തൊരു കാര്യമാണ് സാങ്ക്ടിഫിക്കേഷൻ. നമ്മൾ ഇന്ന് ചിന്തിക്കാതെ എസെക്കിയേൽ പ്രവചന പുസ്തകം 44-ാം അധ്യായത്തിന്റെ 24-ാം വാക്യമാണെന്ന് തോന്നുന്നു. സാമാന്യമായതിൽ നിന്നും വേർതിരിക്കുന്നതാണ് വിശുദ്ധം എന്ന് പറയുന്നത്. സാമാന്യവും വിശുദ്ധവും തമ്മിൽ വേർതിരിക്കുക, ഇതിനാണ് സുവിശേഷം കൊണ്ട് ആഗ്രഹിക്കുന്നത്. അപ്പൊ സാങ്ക്ടിഫൈ ചെയ്യാന്ന് പറഞ്ഞ സാമാന്യമായതിൽ നിന്നും ദൈവത്തിനു വേണ്ടി വേർതിരിച്ചെടുക്കുക. സാമാന്യമായിട്ടുള്ള ജാതീയ കൂട്ടായ്മകളിൽ നിന്നാണ് നമ്മൾ വേർതിരിച്ചത്. ഇനി സാമാന്യമായിരിക്കുന്ന പെന്തിക്കോസ്റ്റൽ ആരാധനകളുണ്ട്, പെന്തിക്കോസ്റ്റൽ കൂട്ടായ്മകളുണ്ട്. എങ്ങനെയും ജീവിക്കാം, എന്തും ചെയ്യാം. അതിൽ നിന്നൊക്കെ സെപ്പറേറ്റ് ആണ്. അപ്പസ്തലന്മാരുടെ അടുത്ത് ഒന്നാമത്തെ പ്രസംഗത്തിൽ പത്രോസ് പ്രസംഗിച്ചു കഴിഞ്ഞ് അവിടെ ഭക്തിയുള്ള യഹൂദന്മാരായിരുന്നു വാരോത്സവ പെരുന്നാളിന് വേണ്ടി വന്നത്, ദ ഫെസ്റ്റിവൽ ഓഫ് വീക്ക്. ആ സമയത്താണ് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നടക്കുന്നത്. പത്രോസും 11 ശിശുമാരും കൂടെ എന്നിട്ട് നിന്ന് യേശു തന്നെയാണ് നിങ്ങൾ കാത്തിരിക്കുന്ന മശിഹ എന്ന് തിരുവഴുത്തുകളെ ആധാരമാക്കിക്കൊണ്ട്, പ്രവചനങ്ങളെ ആധാരമാക്കിക്കൊണ്ട് പ്രസംഗിച്ചപ്പോൾ അവർ ചോദിക്കായിരുന്നു, കൂടിയെന്ന് കേട്ട ജനങ്ങള്, സഹോദരന്മാരും ഞങ്ങൾ എന്ത് ചെയ്യണം? അവിടെ പത്രോസ് പറയുന്നത് ആദ്യം മാനസാന്തരപ്പെടുക. പ്രായശ്ചിത്തം നടന്നു കഴിഞ്ഞു, അവർ ആഗ്രഹിച്ച മശിഹ തന്നെയാണ് യേശു എന്ന് പ്രസംഗിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി. എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യം പറഞ്ഞ കണ്ടീഷൻ, നിങ്ങൾ സ്നാനപ്പെടുന്നല്ല, മാനസാന്തരപ്പെട്ട്. അടുത്ത കാര്യമാണ് യേശുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുക. എന്നിട്ട് പറഞ്ഞാണ് വാഗ്ദത്തം, പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം നിങ്ങൾക്ക് ലഭിക്കും. പിന്നീട് പറഞ്ഞ കാര്യമാണ് ഈ വക്രതയും കോട്ടമുള്ള തലമുറയിൽ നിന്ന് വേർപ്പെടുക. അന്ന് വക്രതയുള്ള തലമുറ എന്ന് പറഞ്ഞത് യഹൂദ ജനം, അല്ലെങ്കിൽ വചനം അറിയാൻ ന്യായപ്രമാണം അറിയാമെന്ന് പറഞ്ഞിട്ടും ഈ ന്യായപ്രമാണത്തിൽ എഴുതിയിരുന്ന യേശുവിനെ അവർക്ക് അംഗീകരിക്കാൻ പറ്റിയില്ല, അവന് ക്രൂശിച്ചു. അതായിരുന്നു അവരുടെ വക്രത. ഇന്ന് വക്രത എന്ന് പറയുന്ന തൗസൻഡ്സ് ഓഫ് ഡിനോമിനേഷൻസ് ആണ്. 1-2 നൂറ്റാണ്ടുകളിലേക്ക് ശേഷം കത്തോലിക്ക സഭ വന്ന് വിഴുങ്ങിക്കളഞ്ഞിട്ട് കത്തോലിക്ക മതമായി തീർന്ന് അതിൽ നിന്ന് പെറ്റുപെരുകിയതാണ് ഇന്ന് ലോകത്തിൽ കാണുന്ന സകല വേശ്യാപുത്രിമാരും. ഞാൻ പറയുന്നത് സ്പിരിച്വൽ ഫോർണിക്കേഷൻസ്. അവരൊക്കെ പറഞ്ഞ് ഞങ്ങൾ ക്ലീൻ ആണ്. എങ്ങനെ നടക്കും? എങ്ങനെ നടക്കും? അതുകൊണ്ട് സാമാന്യമായതിൽ നിന്നും ഒരു വേർതിരിവ് ആവശ്യമാണ്. ഇങ്ങനെയാണ് സാങ്ക്ടിഫിക്കേഷൻ നടക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മളും കൂടെ ചെയ്യുന്ന ഒരു ജോയിന്റ് വെഞ്ചറാണ്. അടുത്താണ് അന്ത്യത്തോളം വിശ്വസിക്കുക, ക്രിസ്തുവിനുള്ള ആശ്രയത്തിൽ നിലനിൽക്കുക, പെർസീവറൻസ് ടിൽ ദ എൻഡ്. അനേക വാക്യങ്ങളുണ്ട്. ഇങ്ങനെ ഒരു കാര്യമുള്ളപ്പോൾ പിന്നെന്താ രക്ഷ നഷ്ടപ്പെടുകയില്ലെന്ന് പറയുന്ന കാര്യം അനേക വിദ്വാൻമാർ പഠിപ്പിക്കുന്നതാണ്, രക്ഷ നഷ്ടപ്പെടുകയില്ലെന്ന് പറഞ്ഞുകൊണ്ട്. ഇതെല്ലാം അവരുടെ വ്യക്തി താല്പര്യം, നിങ്ങളെയും തങ്ങളെ തന്നെയും രക്ഷ നഷ്ടപ്പെടുത്തി സാത്താൻ അടിമപ്പെടുത്തിക്കൊണ്ട്, പാപത്തിന് അടിമപ്പെടുത്തിക്കൊണ്ട് ഡിസസ്റ്റമിൽ പൊതിഞ്ഞ് സൂക്ഷിച്ച് യൂറോപ്യം ചെയ്തതുപോലെ ഇനി യെരുശലേമിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ദാണ്ട വരുന്നു കാളക്കുട്ടി 2 എണ്ണം നിങ്ങളുടെ മിസ്യദേശത്ത് പിടിവെച്ചുകൊണ്ടതാ നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന് പറഞ്ഞുകൊണ്ട് സൂക്ഷിക്കുക. അടുത്ത ഫൈനലാണ് അന്തിമ നീതീകരണം, അല്ലെങ്കിൽ ഫൈനൽ ജസ്റ്റിഫിക്കേഷൻ. ദൈവം പറയണം ഈ പെർട്ടിക്കുലർ വ്യക്തി എൻ്റെ മുമ്പിൽ എന്നോട് കൂടെ ചേർന്ന് നിൽക്കാൻ യോഗ്യനാണെന്ന്. ഒരു ഡിനോമിനേഷനോ പവർ കൊടുത്തിട്ടില്ല. ഒരു മാസ്റ്റർമാർക്കോ ഒരു പുരോഹിതന്മാർക്കോ ഒരു മെത്രാനോ ഒരു പോപ്പിനോ ഒരു മന്ത്രിക്കോ ആ പവർ കൊടുത്തിട്ടില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ രക്ഷ എന്ന് പറയുമ്പോൾ ഈ കണ്ടീഷൻസ് എല്ലാം അതിൻ്റെ ഫുൾനെസ്സിൽ നമ്മൾ പൂർത്തിയായാൽ മാത്രമേ. ഇതിനകത്ത് പ്രാശ്ചിത്തം എന്ന കണ്ടീഷൻ 100% പൂർത്തീകരിച്ചു. അവന് മരിച്ചവിടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് ദൈവം അത് എസ്റ്റാബ്ലിഷ് ചെയ്തു. മറ്റെല്ലാ കാര്യങ്ങളും നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. അതിൻ്റെ ഫുൾനെസ്സിൽ അക്കംപ്ലിഷ് ആകാത്തോളത്തോളം നമ്മെ രക്ഷിക്കാൻ ദൈവത്തിന് സാധ്യമല്ല. ഡിവൈൻ ഗവൺമെന്റിന്റെ ജസ്റ്റിസ് അതിന് സമ്മതിക്കുകയില്ല. ദൈവത്തിന്റെ ഓർബിട്രറി വില്ലിലല്ല, അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്വേച്ഛ അധികാരത്തിലല്ല ഇക്കാര്യങ്ങൾ നടക്കുന്നത്. കൊടുത്തോ, പെർമിഷൻ കൊടുത്തോ? ഇവിടെ കാണില്ല, അവിടെ വിടുള്ളൂ. അതിന്നല്ലേ അയച്ചത്? ഓക്കെ.
അതുകൊണ്ട് വളരെ ഗൗരവപൂർവ്വം തന്നെ ഈ കാര്യങ്ങൾ, പ്രത്യേകിച്ച് നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങൾ, ചർച്ച് ആൻഡ് ക്രൈസ്റ്റ് റിലേഷൻ വളരെ സാവകാശം മതി. ആര് തിരക്ക് പിടിച്ച് പോകേണ്ട, വളരെ സാവകാശത്തിൽ ഓരോ വാക്യങ്ങളും നമ്മുടെ പേഴ്സണൽ ലൈഫിൽ മനസ്സിലാക്കി ഈ വാക്യപ്രകാരം ഞാൻ ദൈവമായിട്ടുള്ള കാര്യത്തിൽ റിലേഷനിൽ ഞാൻ പെർഫെക്റ്റ് ആണോ, ആക്ച്വൽ അറ്റോൺമെൻറ്റ് ഞാൻ ശരിക്കും വിശ്വസിക്കുന്നുണ്ടോ, അറ്റോൺമെൻറ്റിൻ്റെ ആവശ്യകത എന്താണ്, ഞാനൊരു പാപിയാണെന്ന് എനിക്ക് കൺവിക്ഷൻ വന്നിട്ടുണ്ടോ, എന്നിൽ പാപം എങ്ങനെയാണ് പ്രവേശിച്ചത്, ഞാൻ അതിന് അടിമയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ടോ, ഹോളി സ്പിരിറ്റ് ആണെന്ന് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ ഹോളി സ്പിരിറ്റ് മനസ്സിലാക്കി തരുന്നവരേക്ക് മിണ്ടാതിരിക്കുന്നതാണോ? അല്ല, നമുക്ക് വായിക്കാൻ ബൈബിളുകൾ നമ്മുടെ ഓൺ ലാംഗ്വേജിലുണ്ട്. അപ്പോസ്തലന്മാരുടെ കാലത്ത് നിന്ന് നമ്മുടെ കയ്യിലുള്ളതുപോലെ ബൈബിളൊന്നും ഇല്ലായിരുന്നു, സമ്പൂർണ്ണ ബൈബിൾ ഇല്ലായിരുന്നു. ഇന്ന് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഓൺ ലാംഗ്വേജിൽ വായിച്ച് മനസ്സിലാക്കുന്ന വിധത്തിൽ ബൈബിളുണ്ട്. ഇന്ന് വേണ്ടത്ര അനോയിറ്റഡ് ആയിട്ടുള്ള സെർവൻസിനെ ദൈവം നമ്മുടെ അടുത്ത് അയക്കുന്നുണ്ട്. അവരെ കൂടെ സംസാരിക്കുന്ന പരിശുദ്ധാത്മാവ് തന്നെയാണ്. നമ്മളെ കൺവിക്റ്റ് ചെയ്തൊക്കെ വേണം നമ്മുടെ പേഴ്സണൽ അനുഭവങ്ങളിൽ കൂടി നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അപ്പൊ പരിശുദ്ധാത്മാവ് ഇടപെടുന്നത് അനേക രീതിയിൽ കൂടെയാണ്. അത് മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഫ്രീ വില്ലിന്റെ അൾട്ടിമേറ്റ് ഇന്റൻഷൻ ദൈവഹിതം ചെയ്യുക എന്ന താല്പര്യത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ബാക്കി കാര്യം കർത്താവ് നമ്മൾ വസിച്ചുകൊണ്ട് ചെയ്യുന്നത്, നമ്മെ യൂസ് ചെയ്താണ് ചെയ്യുന്നത്. സ്തോത്രം. നമ്മൾ പല ക്ലാസ്സിൽ കൂടെ കടന്നുപോയി. നമുക്ക് ചിന്തിക്കാനുള്ള ഒരു വിഷയമാണ്, 7th ക്ലാസ് ആണ് ചിന്തിക്കാൻ ഒരു വിഷയം നമുക്ക് വരാനുള്ളത്. സ്തോത്രം. വേഴ്സ് കൊളോസ്യൻ ലേഖനത്തിലെ ചാപ്റ്റർ 1 വേഴ്സ് 21 and 22 ഞാൻ മലയാളത്തിൽ വായിക്കുകയാണ്. കൊളോഷ്യൻസ് ചാപ്റ്റർ 1 വേഴ്സ് 21 and 22. മുമ്പേ ദുഷ്പ്രവർത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്നു നിങ്ങളെ അവൻ തന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തന്റെ ജഡ ശരീരത്തിൽ തന്റെ മരണത്താൽ നിരപ്പിച്ചു. ഇതേ കാര്യം തന്നെ നാം എഫേസ്യ ലേഖനത്തിൽ വായിക്കുന്നത്. ഇന്ന് നാം പഠിച്ച വാക്യം, കടപ്പടം പഠിച്ച വാക്യം, നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന്. അപ്പൊ ഇത് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ടോ, നടന്നിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് തന്നെ ആദ്യമായിട്ട് ശോധന ചെയ്യണം. നാം പഠിക്കുന്നതാണ് വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ക്രൈസ്റ്റ് ആൻഡ് ദ ചർച്ച് ഓഫ് ഗാഡ്, അല്ലെങ്കിൽ ദ ചർച്ച് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ് നാം ഓരോരുത്തരും ചേർന്ന ഒരു ബോഡി ആയിട്ടാണ് ക്രിസ്തുവിന്റെ ശരീരം എന്ന് പറയുന്നത്. ഓരോ മെമ്പേഴ്സിനും ഈ ഒരു അവസ്ഥ ഉണ്ടാകണം. നാം ദൈവത്തിന്റെ സന്നിധി വിശുദ്ധരാണ്. ഈ വിശുദ്ധി എന്ന വാക്കിന് നമ്മുടെ ഹ്യൂമൻ ലാംഗ്വേജിന് അതിന്റെ ആന്റിനോ അല്ലെങ്കിൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ അശുദ്ധി എന്നുള്ളതാണ്. എന്നാൽ ബൈബിളിക്കൽ ലാംഗ്വേജിൽ വിശുദ്ധി എന്തിന്, അല്ലെങ്കിൽ വിശുദ്ധർ എന്നതിന്റെ ഓപ്പോസിറ്റ് സാമാന്യമായതെന്നാണ്. ഇത് നമുക്ക് വായിക്കണമെങ്കിൽ എസെക്കിയേൽ പ്രവചന പുസ്തകം ചാപ്റ്റർ 44 എസെക്കിയേൽ ചാപ്റ്റർ 44 വേഴ്സ് 24 വരണം. എസെക്കിയേൽ വേഴ്സ് 23, മലയാളത്തിലാണെങ്കിൽ വേഴ്സ് 23, അവർ വിശുദ്ധമായതും സാമാന്യമായതും തമ്മിലുള്ള വ്യത്യാസം എന്റെ ജനത്തിന് ഉപദേശിച്ച്. പുരോഹിതന്മാരെ കുറിച്ച് പറയുകയാണ്. എസെക്കിയേൽ പ്രവചന പുസ്തകം എന്ന് പറയുന്നത് മില്ലിനിയത്തിലുള്ള കാര്യത്തെക്കുറിച്ച് പറയുകയാണ്. അവിടെ ആയിരിക്കുന്ന പുരോഹിതന്മാരുടെ ഡ്യൂട്ടിയെ കുറിച്ച് പറയുകയാണ്. ബേസിക്കലി ഇത് സുവിശേഷത്തിന്റെ അല്ലെങ്കിൽ ഡിവൈൻ ഗവൺമെന്റിന്റെ തീം തന്നെയാണ് പറയുന്നത്. അവർ, അതായത് ഉപദേഷ്ടാക്കന്മാർ, വിശുദ്ധമായതിനും സാമാന്യമായതിനും തമ്മിലുള്ള വ്യത്യാസം എന്റെ ജനത്തിന് ഉപദേശിച്ച് മലിനമായതും നിർമ്മലമായതും അവരെ തിരിച്ചറിയുമാറാക്കണം. അപ്പോൾ വിശുദ്ധം എന്ന് ബൈബിളിൽ പറഞ്ഞാൽ സാമാന്യമായതിൽ നിന്നും വേർതിരിക്കപ്പെട്ടത്. ഇതാണ് നാം ഈ ക്ലാസ്സിൽ കൂടെ ആദ്യമേ മനസ്സിലാക്കേണ്ടത്. ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ വിശുദ്ധനാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറച്ച് മോറൽ ലൈഫിലുള്ള വിശദീകരണമാണ് നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഹ്യൂമൻ ലാംഗ്വേജിൽ മനസ്സിലാക്കി തെറ്റിദ്ധരിച്ചു പോകും.
ബൈബിളിക്കൽ ലാംഗ്വേജിൽ പറയുന്നത് സാമാന്യമായതിൽ നിന്നും വേർപെട്ടത്, ദൈവത്തിനു വേണ്ടി വേർപെട്ടത്. സാമാന്യമായ എപ്പിക്കോസ്മസ് സഭകളിലോ അല്ലെങ്കിൽ എന്താ പറയുക പട്ടത്ത് സഭകളിലോ മറ്റുമായിരുന്ന നമ്മളെ അവിടെ നിന്നും അത് സാമാന്യമായതാണ്, അത് ഡിവൈൻ അല്ല എന്ന് മനസ്സിലാക്കി തന്നിട്ടാണ് പരിശുദ്ധാത്മാവ് നമ്മൾ അവിടെ പറിച്ചെടുത്ത് കൊണ്ടുവന്ന് ക്രിസ്തു എന്ന ശരീരത്തോട് ഒന്നാക്കി ചേർത്ത്, അല്ലെങ്കിൽ നല്ല ഒലിവിനോട് കാട്ടൊലിവായിരുന്നു നമ്മളെ, സ്വഭാവത്താൽ കാട്ടൊലിവായിരുന്നു നമ്മളെ, സ്വഭാവത്തിന് വിരുദ്ധമായി നാച്ചുറൽ ഗ്രാഫ്റ്റിങ്ങിന് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ അവിടെ നിന്ന് മുറിച്ചെടുത്ത് കൊണ്ടുവന്ന് നമ്മളെ നല്ല ഒലിവിനോട് ചേർത്ത് ഒട്ടിക്കുന്നത്. നമ്മൾ റോമാലയൻ ചാപ്റ്റർ 11 അത് പഠിച്ചതാണ്. നാച്ചുറൽ ഗ്രാഫ്റ്റിംഗ് നടക്കുന്നത് എന്താണ്? നല്ല ഫലം കായ്ക്കുന്ന ഒരു വൃക്ഷത്തിന്റെ കൊമ്പ്, മാവോ പ്ലാവോ അല്ലെങ്കിൽ ഓറഞ്ചോ എനിത്തിങ്, അതിന് അവിടുന്ന് മുറിച്ചെടുത്ത് സെയിം പീഷ്യസിലുള്ള സെയിം നാച്ചുറലുള്ള അതിനകത്ത് കൊണ്ടുവന്ന് അധികം ഫലം കായ്ക്കാത്ത ഒന്നിനകത്ത് കൊണ്ടുവന്ന് ഒട്ടിക്കുമ്പോൾ ആ സ്റ്റോക്കിൽ നിന്ന് അനാവശ്യമായ ന്യൂട്രീഷൻസ് വലിച്ചെടുത്തുകൊണ്ട് നല്ല ഫലം കായ്ക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്ന നേരെ ഓപ്പോസിറ്റ് ആണ്. നമ്മൾ നാച്ചുറലായിട്ട് കാരണലായിരിക്കുന്നവര് അല്ലെങ്കിൽ പ്രകൃതിയെ നമ്മൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നവര് നമ്മെ അവിടെ നിന്ന് മുറിച്ചെടുത്ത് നേരിട്ട് കൊണ്ടുവന്ന് ഒട്ടിച്ചാൽ എന്തുണ്ടാവും? മോശമായ ഫലമേ കായ്ക്കുള്ളൂ. ഇവിടെയാണ് റീജനറേഷന്റെ ആവശ്യകത, ഇവിടെയാണ് റിപ്പന്റൻസിന്റെ ആവശ്യകത. മുറിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ഫ്രീ വില്ലിന്റെ അൾട്ടിമേറ്റ് ഇന്റൻഷനുള്ള ചേഞ്ച് നടക്കണം. ഇതുവരെ ഞാൻ എൻ്റെ സെൽഫിന്റെ ഗ്രാറ്റിഫിക്കേഷൻ ആയിരുന്നു എൻ്റെ അൾട്ടിമേറ്റ് ഇന്റൻഷൻ. എത്ര വചനപ്പെട്ടാലും സ്ഥാനപ്പെട്ടാലും പാസ്റ്റർ ആയാലും സെൻട്രൽ പാസ്റ്റർ ആയാലും ഡോക്ടറെ ഇട്ടെടുത്താലും തന്നെയും എൻ്റെ അൾട്ടിമേറ്റ് ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ പേഴ്സണൽ ഡിസൈറിന്റെ സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. അതിൽ നിന്നും മുറിച്ച് കളഞ്ഞെടുത്തിട്ട് ഡിവൈൻ സാറ്റിസ്ഫാക്ഷൻ, ദൈവഹിതത്തിന്റെ സമ്പൂർണത എല്ലാം നടക്കണം. ഇതായിരുന്നു ഗെത്സമനെ തോട്ടത്തിലെ പ്രാർത്ഥനയുടെ ലക്ഷ്യം. പിതാവെ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്ങനെ അകറ്റണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ നിറവേറട്ടെ. എന്താ? പാപത്തിന്റെ മേൽ വന്ന കഠിനമായ ശിക്ഷയുടെ ആ പാനപാത്രം മുഴുവനും കുടിക്കണം. പാതാളത്തിൽ പോയി മനുഷ്യൻ, ദുഷ്ടരായ മനുഷ്യന്റെ പ്രാണനും ആത്മാവും കഷ്ടം അനുഭവിക്കുന്നിടത്ത് പോയിട്ട് താൻ കഷ്ടം അനുഭവിക്കണം. അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് ഏറ്റവും സെപ്പറേഷൻ അല്പസമയത്തേക്ക് അനുഭവിക്കണം. പാതാളത്തിൽ പോകുന്ന കാര്യമൊക്കെ നേരത്തെ അറിഞ്ഞിട്ടാണ് അവൻ പറയുന്നത്, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുമ്പോൾ ഞാൻ പ്രിയപ്പെടുന്നു. പക്ഷെ ദൈവത്തിൽ നിന്നുള്ള ഏറ്റവും സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ അതികഠിനമാണ്. പക്ഷെ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം ലഭിച്ചില്ല. അവിടെയാണ് സബ്മിഷൻ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അത്ര എളുപ്പമായ ഒരു കാര്യമല്ല. പ്രസംഗിക്കാം, പഠിപ്പിക്കാം, നമ്മുടെ പേഴ്സണൽ സബ്ജക്റ്റിനോട് കടന്നു വരുമ്പോൾ അറിയാം നമ്മുടെ സെൽഫ് എത്രമാത്രമാണെന്ന്. അതിനെ എക്സ്പോസ് ചെയ്യാൻ വേണ്ടിയാണ് പരിശുദ്ധാത്മാവാണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ചില കഷ്ടതകളിലേക്ക്, ചില ഫർണസിലേക്ക് എടുത്തിടുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ സെൽഫിന്റെ ഡിസയേഴ്സ് എന്താണ്. നാം സെൽഫിനെയാണോ ഗ്രാറ്റിഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ ദൈവഹിതത്തിനെയാണോ? ഇത് നമ്മുടെ ഭവന തലത്തില്, നമ്മുടെ ജോലി സ്ഥലങ്ങളില്, സോഷ്യൽ സ്ഥലങ്ങൾ എവിടെയൊക്കെ വെച്ച് നമുക്ക് ദൈവം പഠിപ്പിച്ചു തരും, അനേക പ്രാവശ്യം പഠിപ്പിച്ചു തരും. അതിൽ കൂടെ മനസ്സിലാക്കി തരും, കുഞ്ഞ് നിന്റെ ഇപ്പോഴത്തെ ഇന്റൻഷൻ എന്ന് പറയുന്നത് നിന്റെ സെൽഫിന്റെ ഗ്രാറ്റിഫിക്കേഷൻ ആണ്. ലീവ് ദാറ്റ്, റിസീവ് ക്രൈസ്റ്റ്, റീപ്ലേസ് ക്രൈസ്റ്റ് ദെയർ. തൻ്റെ സെൽഫിന്റെ സാറ്റിസ്ഫാക്ഷൻ അല്ല എന്ന് വെച്ച് പാപി ദോഷിമാരുന്ന നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് അവൻ ക്രൂശിലേറിയത്. ഹല്ലേലൂയ. അപ്പോൾ നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകുക എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, ആദ്യം തന്നെ നടക്കേണ്ട കാര്യമാണ് സാമാന്യമായതിൽ നിന്നും വേർപെടുക. ഇതിനാണ് സുവിശേഷം സ്ഥിരമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് അയക്കുന്നത്. ഇത് പഠിച്ചാൽ മാത്രം പോരാ, നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് നാം ഇതുപോലെ സെപ്പറേറ്റ് ആകുന്നുണ്ടോ? സാമാന്യമായിട്ടുള്ള നമ്മുടെ എപ്പിസ്കോപ്പൽ സഭകളിൽ എന്താ ആയിരക്കണക്കിനുള്ള കത്തോലിക്കിന് പെറ്റുപെരുകിയ സന്തതികളാണ് ഈ പറയുന്നതൊക്കെയും. ഈവൻ പെന്തിക്കോസിനകത്തും അനേക വേശ്യാപുത്രിമാരുണ്ട്, അനേക ഡിനോമിനേഷൻസ് ഉണ്ട്. വേശ്യാപുത്രിമാർ നമ്മുടെ സ്പിരിച്വൽ ഫോർണിക്കേഷൻ ഡിനോമിനേഷൻസ്, സത്യദൈവത്തെ വിട്ടകന്നുകൊണ്ട് വ്യാജമായ രീതിയിൽ ആരാധിക്കുന്നവര്. ദൈവം ആത്മാവാകുന്നു, അവരെ നമസ്കരിക്കുന്നവർ ആത്മാവിൽ സത്യത്തിൽ നമസ്കരിക്കണമെന്ന അവസ്ഥയിൽ നിന്ന് മാറിക്കൊണ്ട് തോന്നിയ പോലെയുള്ള ആരാധനകള്. ഇവിടെയൊക്കെ സംഭവിക്കുന്നത് ഡിഫറെന്റ് സ്പിരിറ്റ്സ് ആണ്.
സ്പിരിച്വൽ ഫോർണിക്കേഷനാണ് നടക്കുന്നത്. അതെല്ലാം സാമാന്യമായതാണ്. അപ്പൊ സാമാന്യമായതുള്ള കൂട്ടുകെട്ടുകളെ നമ്മൾ ദൈവം പഠിപ്പിക്കുമ്പോൾ ബി സെപ്പറേറ്റ് ഫോർ അവർ സോൾ സാൽവേഷൻ. ഇതെന്റെ വ്യക്തിപരമായ സോളിന്റെ സാൽവേഷനാണ്. ഒരു പക്ഷേ മറ്റുള്ളവർക്ക് ദുഃഖമുണ്ടാകാം, പിണക്കമുണ്ടാകാം, ഞാൻ ഒറ്റയ്ക്കാകും. യെസ്, ഓഫ് കോഴ്സ്. ഗസവനത്തോട്ട് നമ്മളെ പഠിപ്പിക്കുന്നതാണ് ഒറ്റയ്ക്ക്. ഹല്ലേലൂയ. അപ്പൊ ഈ സാമാന്യമായതിൽ നിന്നും വിശുദ്ധമായത് വേർതിരിക്കുന്ന പരിപാടിയാണ് സുവിശേഷം കൊണ്ട് ചെയ്യുന്നത്. അടുത്താണ് നിഷ്കളങ്കരായി തീരുക. എങ്ങനെ നമുക്ക് നിഷ്കളങ്കരായി തീരാം? ഒരേ കാര്യമുള്ളൂ. ഹീബ്രു ചാപ്റ്റർ 9:14 നമ്മൾ വായിക്കാൻ, നമ്മൾ വൈകാട്ട് പഠിച്ചിട്ടുള്ളതാണ്. സ്തോത്രം. അവന്റെ രക്തത്താൽ സോറി ഹീബ്രു ചാപ്റ്റർ 9:13-15 വരെ വായിക്കണം. ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡികശുദ്ധി വരുത്തുന്നെങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കരായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. 1 John chapter 1:9-7 വായിച്ചാൽ നമ്മൾ മനസ്സിലാക്കുന്നത് അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപം പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അപ്പൊ നിഷ്കളങ്കരാകുവാൻ നമ്മള് എഫേസ്യൻസ് നമ്മൾ വായിക്കുന്ന കാര്യം അനുസരിച്ചുകൊണ്ട് നാം അവന്റെ സന്നിധിയിൽ ശുദ്ധരും വിശുദ്ധരും നിഷ്കളങ്കരുമാകുവാൻ നമ്മുടെ പ്രവർത്തികൾ കൊണ്ടല്ല, നമുക്ക് വേണ്ടി അറ്റോൺമെന്റ് ആയി തീർന്ന ക്രിസ്തുവിന്റെ രക്തത്താൽ. അപ്പോൾ രണ്ട് കണ്ടീഷൻ കൊളോസ്യൻ ലേഖനത്തിലും കൊളോസ്യൻസ് ചാപ്റ്റർ 1:22 പറഞ്ഞതാണ്, അവന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന്. അപ്പോൾ ചർച്ചിന്റെ ഫസ്റ്റ് കണ്ടീഷൻ, ഫസ്റ്റ് ക്വാളിറ്റിയാണ് സാമാന്യമായതിൽ നിന്നും വേർപെടണം. ക്രിസ്തുവിന്റെ രക്തത്താൽ, പ്രായശ്ചിത്തത്താൽ അവന് വിശ്വസിക്കുന്നവർക്ക് ഫ്രീ ജസ്റ്റിഫിക്കേഷൻ നമ്മൾ അവകാശമാകണം. നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നതാണ്. അപ്പൊ എന്താണ് ഏതൊരു കാര്യത്തിലും യേശു ക്രിസ്തു ഉയർത്തെന്ന് വെച്ചാൽ അവനെ ക്രിസ്തുവിനുള്ള ആശ്രയം, അവനെ കുറിച്ചുള്ള ഹിസ്റ്റോറിക്കൽ നോളജുള്ള ഫെയ്ത്ത് നമ്മൾ സേവ് ചെയ്യുകയില്ല. ദാറ്റ് ഇസ് ഇന്റലക്ച്വൽ ഫെയ്ത്ത്. ബട്ട് സേവിങ് ഫെയ്ത്ത് എന്ന് പറയുന്നത് അവനൊരു പേഴ്സണാണ്, നമ്മുടെ ഹൃദയത്തിൽ വാഴുവാൻ സ്വീകരിച്ചവനാണ്, സ്വർഗത്തിന് ഭൂമി സകല അധികാരമുള്ളവനാണ്. ഏതൊരു വിഷയത്തിൽ ലോർഡ് യു ആർ മൈ ലോർഡ്, യു ആർ മൈ ഫ്രണ്ട്, യു ആർ മൈ സാൽവേഷൻ, യു ആർ മൈ റൈഷ്യസ്നെസ്, എന്റെ റൈഷ്യസ്നെസ് അല്ല, എന്റെ നോളജ് അല്ല എന്ന് നമ്മളെ ഉപയോഗിച്ചുകൊണ്ടാണ് അവനെ കാര്യം ചെയ്തെടുക്കുന്നത്. ഈ ഒരു റിലേഷനിലേക്ക് വരണമെങ്കിൽ അല്പസമയം എടുക്കും. അപ്പോഴൊക്കെ അതിനൊക്കെ മുമ്പ് നമ്മുടെ അല്പമായിട്ടുള്ള മറഞ്ഞിരിക്കുന്ന നമ്മുടെ എന്താ പറഞ്ഞിരിക്കുന്നത് ഈ സെൽഫിന്റെ ഡിസയേഴ്സിനൊക്കെ പരിശുദ്ധാത്മാവൊന്ന് വെളിപ്പെടുത്തി തരും. അത് അക്നോളജ് ചെയ്യുക, സമ്മതിക്കുക. യെസ്, ഇറ്റ് ഈസ് മീ. പിശാചിനെയും കുറ്റം പറയേണ്ട, മറ്റു സാഹചര്യത്തെ ഒന്നിനും കുറ്റം പറയണ്ട. ഇത് ഏതോടെ തുടങ്ങിയതാ ഇല്ലയോ? ആദാമിനായിരുന്നു കൽപ്പന കൊടുത്തിരുന്നത്. ദൈവം അവനോട് ചോദിച്ചു, ആദാമ നീ എവിടെ? നിന്റെ തോട്ടത്തിൽ നിന്റെ കാലിന്റെ ഒച്ച കേൾക്കുന്നത് കൊണ്ട് ഞങ്ങൾ ഇവിടെ ഒളിച്ചിരിക്കുക. ഉടനെ ക്വസ്റ്റ്യൻ, തിന്നരുതെന്ന് ഞാൻ പറഞ്ഞ വൃക്ഷഫലം നീ തിന്നോ? അവിടെ പറഞ്ഞെന്താ? നീ എന്നോട് കൂടി ഇരിപ്പാൻ തന്ന സ്ത്രീ തന്നു. അവന്റെ തെറ്റിനെ പിന്നീട് യോബാണ് ചാപ്റ്റർ 33 പറഞ്ഞ ആദാം തന്റെ അകൃത്യം ഹൃദയത്തിൽ മറച്ചു വെച്ചെന്ന്. അവിടെ ആദാം റിപ്പന്റ് ചെയ്തിരുന്നെങ്കിലും, ഓഫ് കോഴ്സ് ദൈവത്തിന്റെ പ്രായശ്ചിത്തം കൂടാതെ നിരപ്പിക്കാൻ സാധ്യമല്ലെങ്കിലും ആദാമിന് അവന്റെ പ്രാണൻ രക്ഷിക്കാമായിരുന്നു. എന്നോട് കൂടി ഇരിപ്പാൻ നീ തന്ന സ്ത്രീ തന്നു, ഞാൻ ഭക്ഷിച്ചു, ഞാൻ ക്ലീനാ. ഈ ഒരു സ്വഭാവം നമ്മളിൽ എല്ലാവരിലും ഉണ്ട്. നമ്മുടെ കുറ്റത്തെ, നമ്മുടെ തെറ്റിനെ അക്നോളജ് ചെയ്യുകയില്ല. സ്ത്രീയോട് ചോദിച്ചു, അവൾ പറഞ്ഞു പാമ്പ് എന്നെ വഞ്ചിച്ചു, ഞാൻ ക്ലീനാ, പാമ്പ കുറ്റക്കാരൻ. ഇതേപോലെയുള്ള സ്വഭാവം ഏത് തോട്ടം തുടങ്ങി നമ്മളിൽ എല്ലാവരിലും ഉണ്ട്. ഇതിനെ നമ്മുടെ ഞാൻ പറഞ്ഞ ഫ്രീ വില്ലിന്റെ അൾട്ടിമേറ്റ് ഇന്റൻഷൻ ചേഞ്ച് ചെയ്താല് വീണ്ടും ജനനം പ്രാപിച്ച സന്തതി ക്രിസ്തുവിൽ അനുസരണം നമ്മളിപ്പോൾ തികഞ്ഞവരെല്ലാവരും
തികയാൻ നമ്മൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവുമായിട്ട് നമ്മൾ ജോയിന്റ് വെഞ്ചറിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. ലോർഡ് മേക്ക് മീ ഹോളി. ഹോളിനെസ് എന്ന് പറഞ്ഞാൽ ഒബീഡിയൻസിന്റെ റിസൾട്ടാണ് ഹോളിനെസ്. ലോർഡ് എന്നെ ട്രെയിൻ ചെയ്യേ. അവൻ നമുക്ക് പ്രോമിസ് തരികയാണ്, ഞാൻ മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായിരുന്നത് കൊണ്ട് നിന്നെ എൻ്റെ കയ്യിലേൽപ്പിച്ചതാ. ഞാൻ നിന്നെ അനുസരണത്തിൽ തികഞ്ഞിറക്കി പടത്തിക്കൊണ്ടുവരാം. അനേക പ്രാവശ്യം സ്ലിപ്പാവും, അനേക പ്രാവശ്യം വിട്ടുപോകും, എങ്കിലും അവൻ്റെ കൃപയെ നമ്മളെ താങ്ങും, വീണ്ടും നമുക്ക് അവസരം തരും ഈ ശരീരത്തിൽ വസിക്കുവോളം മാത്രം. ഓക്കെ, നമുക്ക് അടുത്തൊരു മെയിൻ ഇന്നത്തെ ആഴ്ച സബ്ജക്റ്റിലേക്ക് കടക്കുകയാണ്. കൊളോഷ്യൻസ് ചാപ്റ്റർ 1:22 അവന്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരും ആയി നിർത്തേണ്ടത് അവൻ ഇപ്പോൾ തന്റെ ശരീരത്തിൽ തന്റെ മരണത്താൽ നിരപ്പിച്ചു. റീകൺസിലിയേഷൻ in the body of his flesh through death, to present you holy and blameless and above reproach in his sight. ഒരു ഡിനോമിനേഷൻ്റെയോ നീ ആയിരിക്കുന്ന സമൂഹത്തിൻ്റെയോ നിന്നോട് അടുത്തുള്ള വ്യക്തികളുടെയോ സ്റ്റാറ്റസ്, സോഷ്യൽ സ്റ്റാറ്റസ് വെച്ചല്ല നിന്നെ ജഡ്ജ് ചെയ്യുന്നത്. ഡിവൈൻ ഗവൺമെൻറ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്റ്റാറ്റസ് വെച്ചുകൊണ്ടാണ്. നമുക്ക് ചുറ്റും നമ്മൾ ഈ സാമാന്യമായത് നമ്മൾ വേർതിരിക്കുമ്പോൾ നാം എവിടെ സാമാന്യമായതിൽ പെട്ടുകിടന്നോ അവർ നമ്മൾ ചോദിക്കും, നീ മാത്രമേ സ്വർഗത്തിൽ പോകുകയുള്ളൂ, നിങ്ങൾ മാത്രമേ സ്വർഗത്തിൽ പോകുകയുള്ളൂ. അവരളക്കുന്നത് അവരുടെ സ്റ്റാറ്റസ് വെച്ചിട്ടാണ്. അവരുടെ സോഷ്യൽ സ്റ്റാറ്റസോ അവരുടെ സ്പിരിച്വൽ സ്റ്റാറ്റസോ അവരുടെ ഡിനോമിനേഷൻ സ്റ്റാറ്റസ് വെച്ചുകൊണ്ടാണ് നമ്മെ അളക്കുന്നത്. അവർക്ക് ഡിവൈൻ സ്റ്റാറ്റസ് ഉണ്ടായിരുന്നെങ്കിൽ അവർ അളക്കുകയില്ല. അപ്പൊ അവിടെ എന്താ വേണ്ടത്? ഗുഡ് ബൈ. കർത്താവേ, ഇവൻ പറയുന്നത് ഇവർ അറിയുന്നില്ല എന്താണെന്ന്, ഇവന് ബുദ്ധി ഒന്ന് തുറക്കണേ. അല്ലാത്തോടത്തോളം നമ്മളെ ജഡ്ജ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കിന്നൊരു ചിന്തിക്കാനൊരു വിഷയം കുറച്ചധികം സമയമെടുക്കും, അതുകൊണ്ട് അതിൻ്റെ ഡെപ്തിലേക്ക് പോകുന്നില്ല. ഞാനൊരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു പോയാണ്. എന്തുകൊണ്ടാണ് ഈ റീകൺസിലിയേഷൻ്റെ ആവശ്യകത വന്നത്? നിങ്ങൾക്കത് കാണാൻ സാധിക്കുമെന്നറിയില്ല. സ്തോത്രം. ഇത് കഴിഞ്ഞിട്ട് യൂട്യൂബിൽ കൂടെ നിങ്ങളത് കാണാം. കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കാൻ പോവുകയാണ്. സിന്നറിനെ എങ്ങനെയാണ് ദൈവമായിട്ട് റീകൺസൈൽ ചെയ്യുന്നത്? അതിൻ്റെ കുറച്ച് പോയിന്റ്സ് നാം ചിന്തിക്കേണ്ടതുണ്ട്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഞാൻ ഇൻട്രൊഡക്ഷൻ ആയിട്ടൊന്ന് പറഞ്ഞു പോകാം. ഇന്റർനെറ്റിന്റെ പ്രോബ്ലം ഉള്ളത് കൊണ്ട് നമുക്ക് സ്പീഡിലായിട്ട് പോകാൻ സാധ്യമല്ല. വൈ ദ റീകൺസിലിയേഷൻ റിക്വയർഡ്? ദൈവം കരുണാസമ്പന്നനാണല്ലോ, മഹാദയുള്ള ദൈവമാണ്. അപ്പോൾ അവനിൽ നിന്ന് തെറ്റിപ്പോയ മനുഷ്യരെ എന്താണ് ഈ റീകൺസിലിയേഷൻ്റെ ഈ ഒരു പ്രോസസ്സ് എന്തുകൊണ്ട് ആവശ്യം വന്നു? ആഴത്തിൽ ചിന്തിക്കേണ്ട കാര്യമാണ്. നമുക്ക് കിട്ടിയിട്ടിരിക്കുന്നതും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ഈ ബെനിഫിറ്റ് എത്ര വലിയതാണ്. ആ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അതിൻ്റെ ആഴം മനസ്സിലാക്കിയിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിൻ്റെ മുമ്പിലും നമുക്ക് ദിനം പ്രതി ചരിക്കുവാനാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സെക്കൻഡ് പോയിന്റ്, വാട്ട് ഇസ് ഹിൻഡർ to the merciful God to reconcile men with him without an atonement? ഒരു അറ്റോൺമെന്റ് കൂടാതെ പാപികളായ മനുഷ്യരെ തന്നോട് നിരപ്പിക്കുന്നതിന് എന്താണ് ഹിൻഡർ ചെയ്തത്, തടസ്സം നിൽക്കുന്നത്? ഹല്ലേലൂയ. തേർഡ് പോയിന്റ്, why a mediator is required to reconcile men with God? ദൈവവും മനുഷ്യനും രണ്ട് പാർട്ടിയായിട്ട് നിൽക്കുകയാണ്. നമ്മൾ ഫസ്റ്റ് തിമോത്തീസ് ചാപ്റ്റർ 2:5 വായിക്കുകയാണെങ്കിൽ, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥൻ ഒരുവൻ. ദൈവം ഒരു പാർട്ടിയും മനുഷ്യർ മാനവജാതി മുഴുവനും ആദാമിന്റെ സന്തതികൾ മുഴുവനും ഒരു പാർട്ടി. ഇതിൻ്റെ ഇടയ്ക്ക് ഇവരെ തമ്മിലൊന്ന് നിരപ്പിക്കുവാൻ ഒരു മധ്യസ്ഥൻ എന്താ ആവശ്യം വന്നു? എന്തിനു യേശു ഭൂമിയിൽ മനുഷ്യനായിട്ട് അവതരിക്കേണ്ട ആവശ്യകത വന്നു? ഇത് വളരെ ആഴത്തിൽ ചിന്തിച്ചാലാണ് ക്രിസ്തുവിനുള്ള മഹത്വം എത്രമാത്രം വലിയതാണെന്ന് നമുക്ക് മനസ്സിലാക്കുകയുള്ളൂ. നമുക്ക് ലഭിച്ച രക്ഷയുടെ ആഴം, അതിൻ്റെ വാല്യൂ ശരിക്കും മനസ്സിലാകുകയുള്ളൂ. അപ്പോൾ മാത്രമേ ഒരു വിശുദ്ധ ജീവിതം, ഒരു ഒബീഡിയൻസ് ഉള്ള ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഫോർത്ത് പോയിന്റ്, ഹൗ ഗോഡ് ഡിഡ് ദിസ് വിത്തൗട്ട് എനി ഹാം ടു ഹിസ് ഗവൺമെന്റ്? ദൈവരാജ്യം നിലനിൽക്കത്തക്കവണ്ണം, ദൈവരാജ്യത്തിന് യാതൊരു വിധത്തിലുള്ള ഹാനി സംഭവിക്കാതെ വേണം എങ്ങനെയാണ് ദൈവം ഈ അറ്റോൺമെന്റ് നടത്തിയെടുത്തത്? ഹല്ലേലൂയ. നെക്സ്റ്റ് പോയിന്റ്, വാട്ട് ഈസ് ദ റോൾ ഓഫ് ജീസസ് ഇൻ ദ റീകൺസിലിയേഷൻ ഓഫ് മെൻ ടു ഗോഡ്?
ഈ റീകൺസിലിയേഷൻ പ്രോസസ്സിൽ യേശുവിൻ്റെ സ്ഥാനപ്രവൃത്തി എന്താണ്? നെക്സ്റ്റ്, വാട്ട് ഈസ് ദ റോൾ ഓഫ് മെൻ ഇൻ ദ റീകൺസിലിയേഷൻ ടു ഗോഡ്? മനുഷ്യന്റെ പ്രവൃത്തി എന്താണ്? അത് നമ്മൾ ചിന്തിച്ചുള്ളതാണ്. റോമലേഖനം ചാപ്റ്റർ 3:25. ദൈവത്തിന്റെ പ്രവൃത്തിയെ ദൈവം നടത്തിയെടുത്തിട്ട് ക്രിസ്തുവിനെ മരിച്ചവിടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് പരസ്യമായിട്ട് നിർത്തിയിരിക്കുകയാണ്. whoever believe in him will be freely justified. അവനിൽ ആര് വിശ്വസിക്കുന്നുവോ, ഏത് ജാതിയോ മതമോ സ്ത്രീയോ പുരുഷനോ, ഏതൊരുവനോ, ആദാമിന്റെ സന്തതി ഏതൊരുവനോ, യേശു വിശ്വസിക്കുന്നവരെ സൗജന്യമായിട്ട് യാതൊരു പ്രവൃത്തിയും കൂടാതെ, യാതൊരു ചെലവും കൂടാതെ, യാതൊരു നേർച്ചക്കാഴ്ചയും കൂടാതെ, യാതൊരു പ്രവൃത്തിയും കൂടാതെ ഫ്രീ ആയിട്ട് ജസ്റ്റിഫൈ ചെയ്യാം. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സന്നിധിയിൽ അവന്റെ സിംഹാസനത്തോട് ചേർന്നിരിക്കത്തക്കവണ്ണം യേശുവിന് ലഭിക്കേണ്ട, അവൻ പൂർണ്ണമായി അനുസരിച്ചതിനാൽ അവന് ലഭിക്കേണ്ട സെയിം, ഒരല്പം പോലും ഡിഗ്രഡേഷൻ ഇല്ലാതെ സെയിം പദവിയിൽ നിന്നെയും ദൈവം ഡിവൈൻ ഗവൺമെന്റ് കൺസിഡർ ചെയ്യും. പാപം ക്ഷമിച്ചു കിട്ടിയവരായിട്ടല്ല, യേശു ഒരു കാലത്തും പാപം ചെയ്യാതിരുന്നത് പോലെ യേശുവിൽ വിശ്വസിക്കുന്നവരെയും ഡിവൈൻ ഗവൺമെന്റ് കണക്കിടുന്നത് ഒരു കാലത്തും പാപം ചെയ്യാത്തവരായിട്ടാണ്. എത്രയോ വലിയ അനുഗ്രഹമാണ് ഇത്. ഇതെന്ത് വില കൊടുക്കണം? മനുഷ്യൻ പ്രായശ്ചിത്തത്തിന് വേണ്ടി മല കയറുന്നു, മനുഷ്യ കുരുതി കഴിക്കുന്നു, കോഴിയെ കുരുതി കഴിക്കുന്നു, ആടിനെ കുരുതി കഴിക്കുന്നു, എന്തെല്ലാം പ്രവൃത്തി ചെയ്യാം. ഇതിനൊക്കെ തന്നെ ചെലവുണ്ട്. ഇതിനൊരു ചെലവുമില്ല. നിന്റെ അടുത്ത് വരുന്ന വചനം വിശ്വസിക്കുക. യേശു ആരാണ്, ഞാൻ ആരാണെന്ന് മനസ്സിലാക്കുക. അയ്യോ ഞാൻ പാപി, യേശു എൻ്റെ പ്രായശ്ചിത്തം. ഇത് മനസ്സിലാക്കി അവൻ്റെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ എന്താ ബുദ്ധിമുട്ട്? എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായില്ല. പക്ഷെ നമ്മൾ സെൽഫിൻ്റെ ഡിസൈനെ തള്ളിക്കളയാത്തോടത്തോളം, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ അൾട്ടിമേറ്റ് ഇൻറ്റൻഷൻ ചേഞ്ച് ചെയ്യാത്തോടത്തോളം ഇത് സാധ്യമല്ല. ഇവിടെയാണ് മനുഷ്യൻ ഫെയിൽ ആകുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് പോയിന്റ്, വാട്ട് ഈസ് ദ എക്സ്റ്റെൻഡ് ഓഫ് അറ്റോൺമെന്റ്? ഈ അറ്റോൺമെന്റ് എവിടെ വരേക്കും ഉണ്ട്? ഈ ശരീരത്തിൽ നിന്ന് വിട്ടതിന് ശേഷം ഉണ്ടോ? വരുവാനുള്ള യുഗായുഗങ്ങളിലുണ്ടോ? അല്ലെങ്കിൽ ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ മാത്രമേ ഇതിന് വാലിഡിറ്റി ഉള്ളൂ? ഇതൊക്കെ ഒന്ന് ചിന്തിക്കണം. അനേക മതവിഭാഗങ്ങൾ, ഡിനോമിനേഷൻസ് ഈ ശരീരം വിട്ടതിന് ശേഷം ഈ അറ്റോൺമെന്റിനെ ബേസ് ചെയ്തുകൊണ്ട് പാപ പരിഹാരത്തിനുള്ള ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് എ ഫൂളിഷ് തിങ്. വെറും മണ്ടത്തരം, പോക്കറ്റ് അടിക്കുന്ന പരിപാടി. എന്തുകൊണ്ടാ? മനുഷ്യൻ വചനം അറിയുന്നില്ല, ദൈവത്തിന്റെ അൾട്ടിമേറ്റ് പ്ലാൻ അറിയുന്നില്ല, പാപം എന്താണെന്ന് അറിയുന്നില്ല, അറ്റോൺമെന്റ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല. അടുത്ത കാര്യം, ടു ഹൂം ദ അറ്റോൺമെന്റ് ഇസ് ബെനിഫിറ്റ്? ആർക്കാണ് ഈ അറ്റോൺമെന്റ് ബെനിഫിറ്റ് ആകുന്നത്? ഇതെല്ലാം പഠിക്കുന്നത് എന്തിനാണെന്നറിയാമോ? എന്നാൽ മാത്രമേ, നാം നേരത്തെ പറഞ്ഞല്ലോ, എഫെസ്യർ 6-ാം അധ്യായത്തിന്റെ വേഴ്സ് 10 വാക്യം 10 പറയുന്നത് എന്താണ്? ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിന് ശക്തിപ്പെടുകയോ. എന്നിട്ട് ചെയ്യേണ്ടതാണ്, പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽക്കണം. ഇത് മനസ്സിലാകാത്തോളത്തോളം ഒരു വിശ്വാസിക്കും കർത്താവിന്റെ ബലം പ്രാപിക്കാൻ സാധിക്കുകയില്ല. പിശാചിന്റെ തന്ത്രങ്ങൾ എതിർക്കാൻ സാധിക്കുകയില്ല. ചർച്ചിന്റെ അതോറിറ്റി എന്താണ്? ചർച്ചിന്റെ പവർ എന്താണ്? ആ ചർച്ചിന്റെ ഒരു അവയമായിരിക്കുന്ന എൻ്റെ മേലുള്ള ക്രിസ്തുവിന്റെ അധികാരം എന്താണ്? എനിക്ക് വേണ്ടി അറ്റോൺമെന്റ് ആയി തീർന്ന ക്രിസ്തുവിന്റെ എൻ്റെ മേലുള്ള അവകാശം എന്താണ്? ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഞാനിവിടെ നിർത്തുകയാണ്. കാരണം ഇന്ന് ഇത് വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ട പോയിന്റുകളാണ്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഇത് നമ്മുടെ സോള് റെക്കഗ്നൈസ് ചെയ്ത, യെസ് ഞാൻ ദൈവമായിട്ട് റീകൺസിൽ ആയി. നമുക്ക് എങ്ങനെ അറിയാൻ സാധിക്കും? നമ്മളിപ്പോൾ മനുഷ്യരാ, നമ്മുടെ ചിന്ത ഒത്തിരി വീക്ക്നെസ് ഉണ്ട്. ഞാൻ ദൈവവുമായിട്ട് നിരപ്പ് പ്രാപിച്ചിട്ടുണ്ടോ? നിരപ്പ് പ്രാപിച്ചിട്ട് എൻ്റെ സോളിനെ എനിക്കതെങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? വളരെ സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യനാണ്. നിങ്ങൾ ഇത് കേൾക്കുന്നവരൊക്കെ വിശ്വാസികളുണ്ടോ? ഇനി യൂട്യൂബിൽ കേൾക്കുന്നവർ വിശ്വാസികളല്ലാത്തവരുണ്ടോ? നാം റീകൺസിൽ ആയി എന്നതിന് അടയാളം എന്താ? അച്ചാരമായിട്ട് പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ഇന്ന് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് വേണ്ടത്രയുണ്ട്. അപ്പം ഇതെല്ലാം സ്റ്റെപ്പായിട്ട് നമ്മൾ ശരിക്കും ചിന്തിച്ചാൽ, അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായത്തിൽ ശിമയ്ക്ക് സംഭവിച്ചതുപോലെ സംഭവിക്കില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ആദ്യത്തെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞത്, നമ്മുടെ ഫ്രീ വില്ലിൻ്റെ അൾട്ടിമേറ്റ് ഇൻറ്റൻഷൻ
സെൽഫിൻ്റെ ഗ്രാറ്റിഫിക്കേഷൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്ന സമയത്ത് ഒരു പ്രാവശ്യം പറഞ്ഞുകൊണ്ട് നടക്കില്ല. ഹോളി സ്പിരിറ്റ് നമുക്കത് വെളിപ്പെടുത്തി തരുന്നുണ്ട്. വെളിപ്പെട്ട് കിട്ടുന്ന സമയത്ത് ജസ്റ്റ് റിപ്പൻ ലോർഡ് ഇറ്റ് ഇസ് മീ, ഓ ഐ ആം സിന്നർ. ഞാൻ ഈ കാര്യത്തിൽ ഇപ്പോഴും സെൽഫിൻ്റെ ഗ്രാറ്റിഫിക്കേഷൻ ചെയ്യുന്നു. കർത്താവേ എനിക്കിത് വേണ്ട, നിന്റെ ഗീതം മതി. ഇത് നമ്മുടെ ഹൃദയപൂർവ്വം സമ്മതിച്ചാൽ നമ്മുടെ രക്ഷയുടെ പാതി നമുക്ക് ആശ്വാസത്തോടെ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മൾ നടത്തും. അതുകൊണ്ട് പ്രത്യേകമായിട്ട് ഈ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധ കൊടുക്കുക. ദൈവകൃപ ചെയ്യുകയാണെങ്കിൽ ഈ പോയിന്റ്, ഈ റീകൺസിലിയേഷൻ ടു ഗാഡ് എന്ന ഈ പോയിന്റ് ദൈവകൃപ ചെയ്താൽ അടുത്ത ആഴ്ച നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ അടുത്ത ആഴ്ചയും ഈ വാക്യം തന്നെ പഠിക്കുക. എഫേഷ്യൻസ് ചാപ്റ്റർ 1 വേഴ്സ് 4-6 അതേ കൂടെ റെഫറൻസ് ആയിട്ട് ബൈഹാർട്ട് പഠിക്കേണ്ട കൊളോഷ്യൻസ് ചാപ്റ്റർ 1 21 and 22 നിങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് വയ്ക്കുക. ഞാൻ ദൈവത്തിൻ്റെ സന്നിധി നിഷ്കളങ്കനും നിഷ്കളങ്കയും ആമേ സ്തോത്രം കുറ്റമില്ലാത്തതായി തീരണം, വിശുദ്ധമായി തീരണം, സാമാന്യമായി വേർപ്പെട്ടതായി തീരണം. സാമാന്യമായ നമുക്ക് കള്ളവിശ്വാസികളിൽ നിന്ന്, സാമാന്യമായ എപ്പിസ്കോപ്പസ് സഭകളിൽ നിന്ന് അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുവാനാണ് ദൈവം സുവിശേഷം കൊണ്ട് ആഗ്രഹിക്കുന്നത്. ഞാൻ അവൻ്റെ ട്രഷറിയിലൊരു പാർട്ടാണ്, അവനോട് ചേർന്നിട്ടുള്ളതാണ്. ഐ ആം ഹിസ് ഓൺ. എൻ്റെ ശരീരം, എൻ്റെ പ്രാണൻ, എൻ്റെ ആത്മാവ് എനിക്ക് വേണ്ടി പാപപരിഹാരമായി തുറന്ന് മരിച്ചടക്കട്ട് ഉയർത്തെന്നിട്ട് ക്രിസ്തു യേശുവിനുള്ളതാണ്. ഇതിൽ നിങ്ങൾ പൂർണ്ണതയോടെ നിന്നാൽ ഒരു ശത്രു നിങ്ങളെ കീഴ്പ്പെടുത്താൻ സാധിക്കുകയില്ല. ദൈവകർത്തായ വചനങ്ങൾ നമ്മൾ ശക്തീകരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ തിരുമാ ദൈവമേ സ്വർഗീയ പിതാവേ, തിരുനാമത്തെ വാഴ്ത്തുന്നു സ്തുതിക്കുന്നു. നിന്റെ ഏറെ കൃപകൾക്കായി സ്തോത്രം. കർത്താവ് അല്പ സാഹചര്യത്തിൽ ഇത്രയും വചനങ്ങളെ കർത്താവ് ധ്യാനിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകിയല്ലോ. ഈ ശബ്ദം കേൾക്കുന്ന ഓരോ ജനത്തെയും ഇനി ഫ്യൂച്ചറിൽ കർത്താവ് യൂട്യൂബിൽ കൂടെ കേൾക്കുന്ന ജനത്തെയും നിനക്കായി വേർതിരിച്ചാട്ടെ. ഞങ്ങളുടെ ബലഹീനതകൾക്കും ഇത് നിന്റെ കൃപ കൊണ്ട് കവിഞ്ഞ് നിന്റെ വിശ്വസ്തതയിൽ ഉറച്ചു നിൽക്കുന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. കർത്താവ് കൃപ മതി എന്ന് പറയാൻ ഞങ്ങളെ സഹായിച്ചാട്ടെ. ഇസ്രായേലിൻ്റെ നാമത്തെ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ